കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് ദർശനം നൽകാനായിട്ട് നോക്കാനായിട്ട് നമുക്ക് പോകാം. എല്ലാവരും വരൂ. ഇന്നിപ്പോൾ വ്യാഴാഴ്ച അല്ലേ, വലിയ തിരക്ക് എന്നൊന്നും പറയാനില്ല. ഇപ്പം അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളേ. ഈ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒഴിച്ചുള്ള ദിവസങ്ങളിലൊക്കെ, പിന്നെ ഞായറാഴ്ച കുറച്ച് തിരക്കുണ്ടാവുമായിരിക്കാം. അങ്ങനെ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ ഗരുഡനെയൊക്കെ ഒന്ന്, ആ വെങ്കല പ്രതിമയുള്ള ഗരുഡനെയൊക്കെ ഒന്ന് കണ്ട് ആലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമുക്ക് പോരാം. അങ്ങനെ വന്ന് ആ തീരമ്പലത്തിൻ്റെ ആ വിളക്കൊക്കെ കാണാം, കൽവിളക്ക് കാണാം. അങ്ങനെ വന്ന് നേരെ നമ്മൾ ആ പുതിയ ഗോപുരത്തിലൊക്കെ വന്ന് ഗോപുരത്തിൻ്റെ ചിത്രപ്പണികളൊക്കെ കണ്ടങ്ങനെ വന്ന് നേരെ ആ ഗണപതിയെ കണ്ട് തൊഴാനായിട്ട് പോവാം. അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് സർവ്വവിഘ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് പ്രാർത്ഥിച്ച് നേരെ കിഴക്കേ നടയിലൂടെ അകത്തേക്ക് വരാം. അകത്തേക്ക് വന്നിട്ട് നേരെ ആ ഗോപുരവാതിൽ കടന്ന് വാതിൽപ്പടി കയറുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തു നിന്നുള്ള ആ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ആ പ്രകാശം കണ്ടാൽ തന്നെ നമുക്ക് വളരെ സന്തോഷമായി. ആ ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിച്ച ആ ഒരു പ്രതീതിയായി. അങ്ങനെ നമ്മൾ ഇടതേ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു, ആ പീഠം നോക്കിയിട്ട്. അതുപോലെ വലതേ ഭാഗത്തുള്ള ആ തൂണൊന്ന് നോക്കിയിട്ട് തൊഴുതു. അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരികയാണ്. അപ്പോൾ നമുക്ക് കാണാവുന്ന ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. കാല് പിണച്ച് വെച്ചിട്ടുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്, പട്ടുകോണൊക്കെ ഉറിഞ്ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അരമണി അതാ കാണുന്നു. കിങ്ങിണി ഇങ്ങനെ നല്ല ഞാന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ നല്ല നൂലുകളായിട്ട് ഇങ്ങനെ കിടക്കണം. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ അങ്ങനെ കൈവളകൾ കാണാണ്ട്, രണ്ട് കൈ കൊണ്ടും പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ചിട്ട് മാറത്തിങ്ങനെ ഒതുക്കി വെച്ചെണ്ണ, ഇതാർക്കും തരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഞാനിത് എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ്, ഞാൻ ആർക്കും തരില്ല എന്നാണ്. അപ്പോൾ ആ അമ്മോടാണോ പറഞ്ഞതെന്നറിയില്ല, അതോ നമ്മളോടാ പറയണതെന്നറിയില്ല, യശോദാമ്മോടാ പറയണതെന്നും അറിയില്ല, അതോ ഭക്തരോടാണോ പറയണതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇതാർക്കും തരില്ല എന്നാണ് പറയുന്നത്. ആ ഒരു എന്നിട്ടൊരു കുസൃതി ചിരിയുമായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിലാണെന്ന് തിരുമുടിമാല ചാർത്തിയിട്ടുള്ളത്. 3 തിരുമുടിമാലകളുണ്ട്. ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, 2 വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. പിന്നെ ഉള്ളത് നല്ല വലിയൊരു ഉണ്ടമാല, എന്താ പറയുക, അടി തൊട്ട് മുടിയോളം എന്നല്ലേ, അതേമാതിരിയുള്ള പാദാരവിന്ദം വരെ ഉണ്ട്. നല്ല ഒരു വെളുത്ത പൂവും തെച്ചിയും സമം ചേർത്തിട്ടുള്ള അങ്ങനത്തെ ഒന്ന്. പിന്നെ വെളുത്ത പൂവും തെച്ചിയും തുളസിയും കൂടി ഉള്ളതൊന്ന്. ആ ഗോപിക്കുറി വെച്ചിട്ടുണ്ട്. കഴുത്തിൽ നല്ലൊരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാലയും ചേർത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് കാണാനുണ്ട്, ദൂരം തന്നെ കാണാം. നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇന്നത്തെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളിപ്പോൾ സോപാന പടിയിൽ നിന്നിങ്ങനെ തൊഴുകയാണ് കേട്ടോ. അങ്ങനെ മനസ്സുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഓടക്കുഴൽ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. ആ കണ്ണനെ നോക്കി തൊഴുകയാണ് എന്ന് ചിന്തിച്ചോളൂ. അങ്ങനെ നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു അഗ്നികോണിലുള്ള ആദ്യത്തെ ആ ബലി തൂവുന്ന കല്ലൊന്ന് നോക്കി തൊഴുതു. പിന്നീട് തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതുമായ വളരെ പ്രസക്തമായ തിടപ്പള്ളിയാണ്. അപ്പോൾ അവിടെ നിന്ന് തൊഴുതു. പിന്നീടൊന്ന് തിരിഞ്ഞു നിന്നാൽ നമ്മൾ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലെ കണ്ണൻ്റെ അങ്ങനെ വരച്ചത് കാണാം. അത് കണ്ട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത്
നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക, വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. അവിടെ ഇന്നിങ്ങനെ കളഭം കൊണ്ടിങ്ങനെ, കളഭം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം രാത്രി പുണ്യാഹമൊക്കെ ആയി, ചന്ദനം കുറേ ഒരു തിരുമേനി വീഴുകയൊക്കെ ചെയ്തു. അങ്ങനെ പുണ്യാഹമൊക്കെ ആയി, ധാരാളം ചന്ദനം പോയി, അവിടെ തന്നെയാണ് വീണതൊക്കെ. അങ്ങനെയാണ് പുണ്യാഹമായി. അതുകൊണ്ട് ശീവേലിയൊക്കെ ഇന്നലെ രാത്രിത്തെ ശീവേലി ഒരുപാട് വഴുകി. അങ്ങനെയാണ് ഉണ്ടായത്. ചോരയായാലും അതേപോലെ ഛർദിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലൊക്കെ പുണ്യാഹമാവും. അപ്പോൾ അതേവരെ ഭഗവാന് ഉണ്ടായിരുന്ന അലങ്കരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് പുതിയത്, അതായത് അന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരമൊക്കെ സാധാരണ നമുക്ക് പിറ്റേ ദിവസം നിർമ്മാല്യ ദർശനത്തിന് കാണാൻ പറ്റുന്ന തരത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഈ പുണ്യാഹമായി കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി പിന്നെ ചെറിയൊരു അലങ്കാരം മാത്രമേ ഉണ്ടാവുക. പിന്നെ ഒരു ഉണ്ണിക്കണ്ണനെയൊക്കെ അലങ്കരിക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാഴ്ചയായിരുന്നു ഇന്നത്തെ നിർമ്മാല്യത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് തൊഴുക. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കണ്ട് തൊഴുത് നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ ഒന്നുകൂടി തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിയിൽ അവിടെ നിന്ന് മേൽശാന്തി ഇരിക്കുന്നുണ്ട്. മേൽശാന്തിയാണ് ഇന്ന് ഉച്ചയ്ക്ക് പൂജ ഉണ്ടായിരുന്നത്. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വാമന സ്വരൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു രൂപം കാണാം. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് അനന്ത പത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അനന്ത പത്മനാഭസ്വാമിയുടെ അവിടെയൊക്കെ ധാരാളം മാലകളുണ്ട്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം നേരെ തിരിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കണ്ട് തൊഴുത് കണ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുറച്ച് കുങ്കുമം മാത്രമാണ് ഉള്ളൂ കേട്ടോ, മാലകളൊന്നും കാണാനില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹം കാണാം. ഓവിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാം. പിന്നീട് ആ ചുമരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിണറിൻ്റെ അവിടേക്ക്, മണിക്കിണറിൻ്റെ അവിടെ വന്ന് മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഏത് രൂപത്തിലാണ് നമ്മളെ മനസ്സിൽ വന്നിട്ട് കളിയാടണമെന്ന് വെച്ചാൽ ആ രൂപത്തിൽ സങ്കല്പിക്കുക. നമ്മൾ വെണ്ണക്കണ്ണനായിട്ട് വെച്ചാൽ വെണ്ണക്കണ്ണൻ, അല്ല ഉണ്ണിക്കണ്ണനാച്ചാൽ ഉണ്ണിക്കണ്ണൻ, അതും അല്ലെങ്കിൽ ഓടക്കുഴൽ ഒളിച്ചിക്കുകയാണോ, അങ്ങനെ എന്താണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ രൂപത്തിൽ നമുക്ക് ദർശനം, ഭഗവത് ദർശനം ലഭിക്കും. അതിനുശേഷം നമ്മൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴുത് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വടക്കേ നടയിലൂടെ പുറത്ത് വരാം. അതിനുശേഷം പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥവും വാങ്ങിയിട്ട് നമ്മൾ ഇടത്തരികത്ത് കാവിലെ ഭഗവതി തൊഴാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ ചെറിയൊരു തിരക്കേ ഉള്ളൂ കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്ന് ഭഗവതീനെ കണ്ട് തൊഴാം. ഗോളക ഇറക്കിയിട്ട് നിറയെ പൂക്കളായാലും ഇങ്ങനെ അർച്ചന ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.
അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ ഒന്ന് പ്രാർത്ഥിക്കാം. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥന ആയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മമ്മിയൂർ പോയി ദർശനം കിട്ടിയ അനുഭവമാവും. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാട് കാണാം. അതേപോലെ ആ മഞ്ചാടി കുന്നിക്കുരു വാരുന്നതൊക്കെ കാണാം. നെയ്വിളക്കിൻ്റെ ആളുകൾ കത്തിക്കുന്നതൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, ആ ഓടക്കുഴൽ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ, ആ കുസൃതിക്കണ്ണൻ, ആ മായക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ നിന്ന് നമസ്കരിച്ച് നമ്മൾ നേരെ കൂത്തമ്പലത്തിൽ വന്നിട്ട് അവിടെ ഒന്ന് നമസ്കരിക്കാം. അതിന് ശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ടും പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ വണങ്ങിയിട്ട് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപിനെ കണ്ട് പ്രാർത്ഥിക്കുക. ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കാണാം. അത് കണ്ട് വണങ്ങാം. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്ത് വന്ന് നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിനായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ രുദ്രതീർത്ഥക്കുളത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോരാം. ഒന്നും അന്നപ്രസാദത്തിന് അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അവിടേക്ക് അധികം നമുക്ക് പോരാൻ എളുപ്പമാണ്. അങ്ങനെ വന്ന് വരുമ്പോൾ ആ നാരായണാലയത്തിനൊന്ന് കയറിയിട്ട് നാരായണ ആ വിഗ്രഹം, ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ ഒന്ന് കണ്ട് തൊഴുത് നേരെ നമ്മൾ വരിക. വന്നിട്ട് ഭഗവതി നടയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അതിന് ശേഷം വീണ്ടും നമ്മൾ ദീപസ്തംഭത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലെ ആ പ്രകാശം നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒന്നുകൂടി തൊഴുത് പിന്നെ അവിടുന്ന് തന്നെ നോക്കിയാൽ തെക്കേ നടയിലുള്ള കൂവളത്തെ കാണാം. അപ്പോൾ ആ കൂവളത്തിനടുത്ത് പോയിട്ട് കൂവളത്തെ ഒന്ന് ഭക്തി പുരസ്കരം ഒന്ന് പ്രണമിക്കുക. ആ മഹാദേവനെയും പാർവതീദേവിനെയും പ്രണമിക്കുന്നത് പോലെ സങ്കല്പിച്ച് ആ കൂവളത്തെ ഒന്ന് വലം വെച്ച് ഒന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ദർശനമൊക്കെ ആയി. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.